ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ബ്രെഡൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെയ്യും. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എത്ര കഴിച്ചാലും മതിയാവില്ല, അത്രയ്ക്ക് രുചിയാണ്, കാണാൻ അതിലേറെ ഭംഗിയാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ വെള്ളം ഊറുന്ന ഒരു അടിപൊളി പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് പെട്ടെന്ന് തന്നെ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിക്ക് ഒരു പാക്കറ്റ് 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിക്കൊരു മിക്സ് മാഡ് റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ 3 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് സാധാ നോർമൽ വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കണം. കട്ടകളൊന്നും ഇല്ലാതെ മിക്സാക്കി വെക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇനി പാൽ ഞാൻ ചൂടാവാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ചൂടായതിന് ശേഷമാണ് നമുക്ക് കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് ചേർക്കുന്നത്. നന്നായിട്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണ്ട, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിച്ചിട്ട് കട്ടാവും. ഇതുപോലെ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ കൈയെടുക്കാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. 1/2 ലിറ്റർ പാലിക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 3 സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. അതൊന്ന് നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഞാനിതിക്ക് നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഇനി ഇതിക്ക് എത്രയാണോ നിങ്ങൾക്ക് മധുരം ആവശ്യമുള്ളത് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 തവി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മിൽക്ക് മെയ്ഡ് കൊടുക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടൊന്ന് പാകാവുമ്പോഴേക്കും ഇതിലേറെ കുറുകിയിട്ട് വരും കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു കുറുക്കത്തിലാണ് കേട്ടോ നമ്മുടെ ആവിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇതൊന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ വക്കൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പാക്ക് ബ്രെഡ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ അടിഭാഗം നിരന്ന് നിൽക്കുന്ന രീതിയിൽ ഫുള്ളായിട്ട് ബ്രെഡ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ സമയത്ത് റസ്ക് വേണമെങ്കിൽ കൊടുക്കുന്നവരുണ്ട്, ബിസ്ക്കറ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ബിസ്ക്കറ്റ് റസ്കൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും പഞ്ചസാര സിറപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലൊന്ന് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് ചൂടൊക്കെ വന്ന് പോയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാനിത് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പാകത്തെ കുറുക്കായി വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ 2ാം ലെയറായിട്ട് ബ്രെഡ് ഇതുപോലെ ഒന്നും പാടെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ ഒഴിച്ചതുപോലെ തന്നെ ഒന്ന് ഒഴിച്ചേക്കാം.
ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഇനി നമുക്ക് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. മധുരമില്ലാത്തതാണെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം കൂടി ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കണം. ഇനി നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ചേർക്കാതെ വെറും കസ്റ്റാർഡ് നമ്മളിപ്പോൾ ചേർത്തില്ലേ അതുപോലെ തന്നെ യൂസ് ചെയ്യട്ടോ ആണെങ്കിൽ. അതുപോലെ നമുക്കത് കേക്കിന് വേണ്ട അത്രയ്ക്കും കട്ടിക്ക് വേണ്ട കേട്ടോ. അതിലേറെ കുറച്ചും കൂടി ലൂസായിട്ടാണ് നമുക്കത് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. നല്ലവണ്ണം കട്ടക്ക് വേണ്ട. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റാർഡ് മിക്സും ചേർത്തിട്ട് അതിൻ്റെ മേലെ വല്ല നട്ട്സൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതുപോലെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ വിപ്പിംഗ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഇതുപോലെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് ഞാൻ കുറച്ച് ബദാം പരിപ്പും ക്യാഷും ചെറുതായി കട്ട് ചെയ്തിട്ട് അതും പാട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കഴിക്കുമ്പോൾ നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. അപ്പം ഞാനിതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ ഇത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. എന്നിട്ട് നല്ലവണ്ണം തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഞാനൊന്ന് വരച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊന്ന് കാണിച്ചു തരാം. കട്ട് ചെയ്യുന്ന വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായിട്ടുണ്ട്. ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. കണ്ടാൽ തന്നെ കൊതി തോന്നും, അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഉപകാരപ്പെട്ടോളും. അപ്പോൾ കണ്ടില്ലേ നമ്മളെ അടിപൊളി പുഡിങ്. അപ്പോൾ ഞാൻ വീട്ടിലൊരു സൽക്കാരം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. അവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, വീണ്ടും കാണാം.